ഓക്കെ, നമുക്ക് നെക്സ്റ്റ് തിയറത്തിലേക്ക് വരാം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞല്ലോ, എന്താ എഫും ജിയും ബൈജക്റ്റീവ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഇസ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആണ് നമ്മുടെ ഈ തിയറത്തിൻ്റെ 3 പാർട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ പാർട്ട് എത്തുമ്പോൾ പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് അത്. അപ്പോൾ ഇതുകൂടെ ഈ ഒരു പാർട്ട്, അതായത് ഈ തിയറത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടുകൂടെ നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ ചേർക്കേണ്ടതുണ്ട്, പ്രൂഫ് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി, 2 ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കേസായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ 2 ഫങ്ഷൻസ് മാത്രം പറഞ്ഞു. ഇനി പാർട്ട് എ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫും ജിയും സർജക്റ്റീവ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കും? സർജക്റ്റീവ് ആയിരിക്കും. പാർട്ട് ബി എന്താ പറയുന്നത്? എഫ് ആൻഡ് ജി ആർ ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ് മീൻസ് 1-1 ഫംഗ്ഷൻ. സർജക്റ്റീവ് മീൻസ് ഓൺ-ടു ഫംഗ്ഷൻ. അപ്പോൾ എഫും ജിയും ഇൻജക്റ്റീവ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും ഇൻജക്റ്റീവ് ആയിരിക്കും. ഇനി 1-1ഉം ഓൺ-2ഉം കൂടെ ചേർന്നാൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. So a function is bijective means it is both 1-1 and on-2. 1-1 means injective, on-2 means surjective. So a function is bijective if it is both injective and surjective. അപ്പോൾ ഇതാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസ് എടുക്കാം, പാർട്ട് എ. അപ്പോൾ എഫും ജിയും സർജക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിനാണ് ജി സർജക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജി എവിടെ നിന്ന് എവിടേക്കുള്ള മാപ്പിംഗ് ആണ്? ബിയിൽ നിന്നും സിയിലേക്കുള്ള മാപ്പിംഗ് ആണ്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്കുള്ള മാപ്പിംഗ് ആണ് ജി എങ്കിൽ ജി സർജക്റ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജിയുടെ കോഡൊമൈൻ ആണ് ആര്? സി. അപ്പോൾ ജി സർജക്റ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം കോഡൊമൈനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റുകൾക്കും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ജിയുടെ കോഡൊമൈൻ സി ആണ്. സിയിലുള്ള എല്ലാവർക്കും എന്തുണ്ടാവും? പ്രീ ഇമേജ് ഉണ്ടാവും. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ? സിയിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു, സ്മോൾ സി. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിക്ക് ഒരു പ്രീ ഇമേജ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. അപ്പോൾ സിയിലെ ആർബിട്രറി എലമെൻറ്റിനെ സി എന്നെടുത്തു. ആ സിയുടെ പ്രീ ഇമേജ് ആയിട്ട് ബിയിൽ വരുന്ന എലമെൻറ്റിനെ സ്മോൾ ബി എന്നെടുത്തു. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്ന് നോക്കി. സിൻസ് ജി ഈസ് സർജക്റ്റീവ്, നമുക്ക് എന്ത് പറയാം? റേഞ്ച് ഓഫ് ജി എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? കോഡൊമൈനിന് ഈക്വലാണ്. ജിയുടെ കോഡൊമൈനാണ് ക്യാപിറ്റൽ സി. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ സി എന്നിവിടെ കൊടുക്കുക. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താ? സർജക്റ്റീവ് ആയതുകൊണ്ട് ക്യാപിറ്റൽ സിയിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ലെറ്റ് സി എലമെൻറ്റ് ഓഫ് സി, ഫോർ എനി സി എലമെൻറ്റ് ഓഫ് സി ദർ എക്സിസ്റ്റ് ബി, അതായത് സിയുടെ പ്രീ ഇമേജ് ആണ് ബി, സച്ച് ദാറ്റ് ജി ഓഫ് ബി ഇസ് ഈക്വൽ ടു സി. എന്ന് അർത്ഥം എന്താ? സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബി ഉണ്ട്. പ്രത്യേകത സിയുടെ പ്രീ ഇമേജ് ആണ് ബി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ബിയുടെ ഇമേജ് ആണ് സി. അപ്പോൾ ബിയുടെ ഇമേജ് ആണ് സി എന്നുള്ളതിനെ എങ്ങനെ പറയാം? ജി ഓഫ് ബി ഇസ് ഈക്വൽ ടു സി. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എഫ് സർജക്റ്റീവ് ആണ് എന്നുള്ള ഒരു പേര് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് മനസ്സിലാക്കേണ്ടതാണ്. സിക്ക് പ്രീ ഇമേജ് കിട്ടി, ബി എന്ന് കിട്ടി. ഇനി എഫ് സർജക്റ്റീവ് ആണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ? എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആണ്. അപ്പോൾ എഫ് സർജക്റ്റീവ് ആണെങ്കിൽ ബിക്കകത്തുള്ള എല്ലാവർക്കും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിക്കകത്ത് ഒരാളെ കിട്ടി. ആരെ കിട്ടി? സ്മോൾ ബിയെ കിട്ടി. ആ സ്മോൾ ബിക്ക് എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. അതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് എഴുതി കാണിക്കാം. ഇവിടെ ഈ പിക്ചർ ഒന്ന് കാണിക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എ ബി സി 3 സെറ്റുകളാണ്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം ജി ബൈജക്റ്റീവ് ആണെന്ന് എടുത്തു. ജി ബൈജക്റ്റീവ് ആണെങ്കിൽ സ്മോൾ സി, സിക്കകത്തുള്ള എലമെൻ്റ് ആണ് സ്മോൾ സി. അതിന് തീർച്ചയായിട്ടും ബിക്കകത്തൊരു പ്രീ ഇമേജ് ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാം? സിയുടെ പ്രീ ഇമേജ് ആണ് ബി എന്ന് പറയാം, അല്ലെങ്കിൽ ബിയുടെ ഇമേജ് ആണ് സി എന്ന് പറയാം. സോ ജി ഓഫ് ബി ഇസ് ഈക്വൽ ടു സി. അതേപോലെ എഫ് സർജക്റ്റീവ് ആണ്. എഫ് സർജക്റ്റീവ് ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഫിൻ്റെ കോഡൊമൈനകത്ത് ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം എന്തുണ്ടാവും? എയിൽ പ്രീ ഇമേജ് ഉണ്ടാവും.
അപ്പോൾ എഫിൻ്റെ കോഡൊമെയിനകത്ത് ഇപ്പോൾ ബി ഉണ്ട്. അപ്പോൾ ബിക്ക് എന്തുണ്ടാവും? തീർച്ചയായിട്ടും ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ആ പ്രീ ഇമേജിന് എ എന്നെടുത്തു. അപ്പോൾ എങ്ങനെ പറയാം? സിയുടെ പ്രീ ഇമേജാണ് ബി, അതായത് ബിയുടെ ഇമേജാണ് സി. ബിയുടെ പ്രീ ഇമേജാണ് എ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് എന്താ? ജിയും എഫും സർജക്റ്റീവ് ആണെന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചു. ജി സർജക്റ്റീവ് ആയാൽ അർത്ഥം ജിയുടെ കോഡൊമെയിനകത്തുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാകും. അപ്പോൾ ജി കോഡൊമെയിനകത്തുനിന്ന് ഒരു സി എടുത്തു, സിയുടെ പ്രീ ഇമേജ് ഇവിടെ ഉറപ്പാണ് ഉണ്ടെന്നുള്ളത് ആ ഉറപ്പായിട്ടുള്ള എലമെൻറ്റിന് ബി എന്നുണ്ട്. അതേപോലെ എഫ് സർജക്റ്റീവ് ആയതുകൊണ്ട് ബിക്കകത്തുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ടും ബിക്കകത്തുള്ള സ്മോൾ ബിക്ക് പ്രീ ഇമേജ് ഉണ്ടാകും, അത് എ എന്നെടുത്തു. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എഴുതി വെച്ചു എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി ആൻഡ് ജി ഓഫ് ബി ഇസ് ഈക്വൽ ടു സി എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് തിരിച്ചതിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ കാണാൻ പോവാണ്. വാട്ട് ഈസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എയുടെ സ്ഥാനത്ത് ബി എന്ന് കൊടുക്കാം. അപ്പം ജി ഓഫ് ബി ആയി. ഇനി ജി ഓഫ് ബി എത്രയാണ്? സി ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ കാണുമ്പോൾ എത്ര എന്ന് കിട്ടി? സി എന്ന് കിട്ടി. അപ്പോൾ ഇനി ജി കോമ്പോസിഷൻ എഫിൻ്റെ പ്രത്യേകത എന്താ? ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്നും സിയിലേക്കാണ്. ആ ജി കോമ്പോസിഷൻ എഫിലേക്ക് എത്താനുള്ള മാർഗം എന്തായിരുന്നു? ജി കോമ്പോസിഷൻ എഫിൻ്റെ പ്രത്യേകത, ജി കോമ്പോസിഷൻ എഫ് എ എങ്ങോട്ട് മാപ്പ് ചെയ്തു? സിയിലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്താ? ക്യാപിറ്റൽ സിക്കകത്തുള്ള സിയുടെ പ്രീ ഇമേജായിട്ട് ആരെ കിട്ടി? ജി കോമ്പോസിഷൻ എഫ് എക്കകത്തുള്ള എയെ കിട്ടി. അപ്പോൾ അതാണ് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താ? ജി കോമ്പോസിഷൻ എഫ് ഇവിടെ ഞാനിവിടെ എഴുതാം. ജി കോമ്പോസിഷൻ എഫ് എഴുതാം. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ പ്രത്യേകത എന്താ? സിയുടെ ഇമേജ് സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്ന എലമെൻറ്റിന് ഇവിടെ ഇമേജ് വന്നു. സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമേജായിട്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു സി എന്ന് വന്നു അല്ലേ. അതായത് ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫിൻ്റെ പ്രത്യേകത എന്താ? ജി കോമ്പോസിഷൻ എഫിൽ എയുടെ ഇമേജ് എ എങ്ങോട്ട് മാപ്പ് ചെയ്തെടുത്തു? എ മാപ്പ് ചെയ്ത് എവിടെ എത്തിച്ചു? സിയിലെത്തിച്ചു. അത് പ്രത്യേകത എന്താ? സിക്കകത്തുള്ള ആർബിട്രറി എലമെൻ്റ് ആയിരുന്നു സ്മോൾ സി. ആ സ്മോൾ സിക്ക് എന്ത് കണ്ടുപിടിച്ചു? ഒരു പ്രീ ഇമേജിനെ കണ്ടെത്തി. ആ പ്രീ ഇമേജാണ് എ. അപ്പോൾ എങ്ങനെ പറയാം? എയുടെ ഇമേജാണ് സി എന്ന് പറയാം, അല്ലെങ്കിൽ സിയുടെ പ്രീ ഇമേജാണ് എ എന്ന് പറയാം. ഏത് ഫംഗ്ഷനിൽ? ജി കോമ്പോസിഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയുടെ ഇമേജാണ് സി. അപ്പോൾ ഇതിനർത്ഥം ജി കോമ്പോസിഷൻ എഫ് എവിടേക്കാണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ സിക്കകത്തുള്ള ഒരു ആർബിട്രറി എലമെൻ്റാണ് സി. ആ ആർബിട്രറി എലമെൻറ്റിന് അവസാനം ഒരു പ്രീ ഇമേജിനെ കണ്ടെത്തി. അപ്പോൾ അതിനർത്ഥം എന്താ? ആർബിട്രറി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ എലമെൻറ്റ് സിക്കകത്തുള്ള ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആകാം. അപ്പോൾ സിക്കകത്തുള്ള ഏത് എലമെൻറ്റിനും എയ്ക്കകത്ത് പ്രീ ഇമേജ് കണ്ടെത്തി എന്ന് പറഞ്ഞ അർത്ഥം ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്നും സിയിലേക്കുള്ള ഫംഗ്ഷനാണ്. അതായത് ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമെയിനാണ് സി. ഈ കോഡൊമെയിനകത്തുള്ള ഏത് എലമെൻറ്റിനും, ആ ഏത് എലമെൻറ്റിനെ നമ്മൾ സ്മോൾ സി എന്ന് വിളിച്ചു, ഏത് എലമെൻറ്റിനും നമ്മുടെ ഡൊമെയിനിൽ എന്ത് കണ്ടുപിടിച്ചു? പ്രീ ഇമേജിനെ കണ്ടെത്തി. അപ്പോൾ അതിനർത്ഥം എന്താ? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്തായിട്ട് മാറി? സർജക്ഷനായിട്ട് മാറി, സർജക്റ്റീവ് ഫംഗ്ഷനായിട്ട് മാറി. അപ്പോൾ ഇതാണ് പ്രത്യേകത. എഫും ജിയും സർജക്റ്റീവ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കും? സർജക്റ്റീവ് ആയിരിക്കും. അടുത്തത് സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എഫ് ആൻഡ് ജി ആർ ഇൻജക്റ്റീവ് ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൾസോ ഇൻജക്റ്റീവ്. എഫും ജി ഇൻജക്റ്റീവ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും എന്തായിരിക്കും? ഇൻജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1-1 ഫംഗ്ഷൻ. അപ്പോൾ എഫും ജിയും 1-1 ആണെങ്കിൽ തീർച്ചയായിട്ടും ജി കോമ്പോസിഷൻ എഫും എന്തായിരിക്കും? 1-1 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ 1-1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഫ് 1 ആണെങ്കിൽ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2. അതാണ് F11 എന്ന് പറഞ്ഞ അർത്ഥം.
അല്ലേ? ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകളും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടുന്ന് എവിടേക്കാണ്? എയിൽ നിന്നും സിയിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫിനെയാണ് എനിക്ക് 1 1 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഫ് 1 1 എന്നറിയാം, ജി 1 എന്നറിയാം, അല്ലേ? എഫ് ഈസ് ഇൻജക്റ്റീവ് ആൻഡ് ജി ഈസ് ഇൻജക്റ്റീവ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഇൻജക്റ്റീവ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഏത് ഫംഗ്ഷനെയാണോ 1 1 എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ 2 പോയിന്റ്സ് എടുക്കണം. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫിനെയാണ് 1 1 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്നും സിയിലേക്കാണ്, അതായത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എ ആണ്. ഡൊമൈനിലെ 2 പോയിന്റ്സ് ഞാൻ ചൂസ് ചെയ്തു. ലെറ്റ് x1, x2 എലമെന്റ് ഓഫ് എ സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2. അതായത് ഇമേജസ് സെയിം ആകത്തക്ക രീതിയിൽ 2 എലമെന്റ്സിനെ ചൂസ് ചെയ്തു. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞ അർത്ഥം ജി ഓഫ് എഫ് ഓഫ് x1 എന്നാണ്. അതേപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 മീൻസ് ജി ഓഫ് എഫ് ഓഫ് x2. അപ്പോൾ ആരൊക്കെ ഈക്വലായി? ജി ഓഫ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് കിട്ടി. ഇനി മനസ്സിലാക്കുക, ജിയുടെ പ്രത്യേകത എന്താ? ജി 1 1 ഫംഗ്ഷനാണ്. ഇപ്പോൾ ജി 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ 1 1 എന്ന് പറഞ്ഞ അർത്ഥം ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ജിയുടെ പ്രത്യേകത എന്താ? ജി നമ്മൾ കാണുന്നത് എഫ് ഓഫ് x1ൻ്റെ ജി എന്നുള്ള ഫംഗ്ഷനിൽ എഫ് ഓഫ് x1ൻ്റെ ഇമേജ് ആണ് ജി ഓഫ് എഫ് ഓഫ് x1. അതേപോലെ എഫ് ഓഫ് x2ൻ്റെ ഇമേജ് ആണ് ജി ഓഫ് എഫ് ഓഫ് x2. അപ്പോൾ അതിനർത്ഥം എന്താ? എഫ് ഓഫ് x1ൻ്റെയും ജി ഓഫ് എഫ് ഓഫ് x1ൻ്റെയും എഫ് ഓഫ് x2ൻ്റെയും ഇമേജസ് സെയിം ആയി, അല്ലേ? അപ്പോൾ ഇമേജസ് സെയിം ആണെങ്കിൽ ആ എലമെൻറ്റുകൾ സെയിം ആയിരിക്കണം. അതായത് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ജി ഓഫ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാം? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതാം. കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജി എന്ത് ഫംഗ്ഷനാണ്? 1 1 ഫംഗ്ഷനാണ്. അപ്പോൾ ജി 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ എപ്പോഴും ജി ഓഫ് എക്സ് ജി ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും, അല്ലേ? ജിയുടെ ഇതാണ് പ്രത്യേകത, ഇതാണ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ മീൻസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ജി ഓഫ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരൊക്കെ ഈക്വൽ ആവും? എഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആവും. അതിൻ്റെ റീസൺ ജി എന്താണ്? 1 1 ആണ്. ബ്രാക്കറ്റ് എഴുതുക ജി 1 1. ഇനി നമുക്കറിയാം എഫ് 1 1 ആണ്. എഫ് 1 1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ തീർച്ചയായിട്ടും x1 ഇസ് ഈക്വൽ ടു x2 ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2 സിൻസ് എഫ് ഈസ് 1 1. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 എന്ന് തുടങ്ങി അവസാനം എന്ത് എഴുതി? ജി കോമ്പോസിഷൻ അവസാനം എന്ത് കിട്ടി? x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടി. സോ വാട്ട്സ് ദ കൺക്ലൂഷൻ? ജി കോമ്പോസിഷൻ എഫ് ഇസ് 1 1 എന്ന് കിട്ടി. 1 1 ഓർ ഇൻജക്റ്റീവ്. ഇനി പാർട്ട് സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് എഫ് ആൻഡ് ജി ആർ ബൈജക്റ്റീവ് ദെൻ ജി കോമ്പോസിഷൻ എഫ് ഇസ് ബൈജക്റ്റീവ്. അത് വേറെ ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? പാർട്ട് ഇറ്റ് ഫോളോസ് ഡയറക്ട്ലി ഫ്രം എ ആൻഡ് ബി ആസ് എ ഫംഗ്ഷൻ ഇസ് ബൈജക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് സർജക്റ്റീവ് ആൻഡ് ഇൻജക്റ്റീവ്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. പാർട്ട് എയിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ജി കോമ്പോസിഷൻ എഫ് സർജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. ജി കോമ്പോസിഷൻ എഫ് ഇൻജക്റ്റീവ് ആണെന്ന് പാർട്ട് ബിയിൽ പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എയും ബിയും കൂടെ ചേർന്നാൽ ജി കോമ്പോസിഷൻ എഫ് എന്തായിട്ട് മാറി? സർജക്റ്റീവ് ബൈജക്റ്റീവ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ബൈജക്റ്റീവ് ആയിട്ട് മാറി. അത്ര മാത്രമേ ഉള്ളൂ അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ മതി. ഡീറ്റെയിലായിട്ട് പ്രൂവ് ചെയ്യേണ്ട. എന്ത് പ്രൂവ് ചെയ്താൽ മതി? ജി കോമ്പോസിഷൻ എഫ് ഇസ് ബൈജക്റ്റീവ് എന്നുള്ളത് ഇത്രയും ലെങ്തി പ്രൂഫ് കൊടുക്കണമെന്നില്ല. നിങ്ങളത് ഇത്ര എഴുതിയാൽ മതി. ഇഫ് എഫ് ആൻഡ് ജി ആർ ഇൻജക്റ്റീവ്, ഇഫ് എഫ് ആൻഡ് ജി ആർ ബൈജക്റ്റീവ് ദെൻ ജി കോമ്പോസിഷൻ എഫ് ഇസ് ബൈജക്റ്റീവ് എന്നങ്ങ് എഴുതിയാൽ മതി. അല്ലാതെ ലെങ്തി പ്രൂഫ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കത് എഴുതാം. അത്യാവശ്യം ലെങ്തിയാണ് പ്രൂഫ്. പിന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്യുക. പക്ഷേ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ലെങ്തിയാണിത്, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതായത് തൊട്ട് മുമ്പത്തെ തിയറത്തിനകത്ത് നിങ്ങൾ ജസ്റ്റ് റിസൾട്ട് മാത്രം എഴുതിയാലും മതി. എഫും ജിയും എന്താണ് ബൈജക്റ്റീവ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ബൈജക്റ്റീവ് ആണ് എന്ന് മാത്രം എഴുതിയാലും മതിയാവും.
അപ്പോൾ എന്തായാലും ഈ തിയറവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തിയറത്തിൻ്റെ സ്റ്റെപ്സ് ഓരോന്നായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. കുറച്ച് ഗഹനമായ കാര്യമാണ്. ഒന്ന് നിങ്ങൾ തന്നെ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.